ലുലു മാളിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ ലുലു മാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണാനൊക്കെ ആയിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആഷ്മി നമ്മൾ കുറെ ആളുകളെ കണ്ടു, കുറെ ആളുകൾ നമ്മുടെ ഈ സന്ദേശം പറഞ്ഞു, യാത്ര ലക്ഷ്യം പറഞ്ഞു. പലർക്കും യാത്രയെ പറ്റി അറിയാം, പലർക്കും യാത്രയെ പറ്റി അറിയില്ല. ആളുകൂടുന്നിടത്തൊക്കെ നമ്മൾ ചെല്ലുന്നു, നമ്മുടെ യാത്രയെ കുറിച്ച് പറയുന്നു. നമ്മുടെ യാത്രയെ പറ്റി അറിയോ ചോദിക്കുക, ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് യാത്ര ലക്ഷ്യം എന്ന് പറയാം. തിരുവനന്തപുരത്തെ ലുലു മാൾ എന്ന് പറയുന്നത് ഒരുപാട് അപ്പൊ നമുക്ക് എനിക്ക് ഈ ലുലു മാളിന്റെ വി നന്ദകുമാർ സ്ഥലത്തുണ്ട്. അദ്ദേഹം അബുദാബിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറാണ് വി നന്ദകുമാർ. അപ്പം അദ്ദേഹത്തോട് നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ ഒരു അറേഞ്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ആണ് നമ്മൾ കാണുന്നത്. അവര് ഈ എന്റെ കേരളം എന്റെ അഭിമാനം, അരുത് ലഹരി, അരുത് അക്രമം, ഈ സന്ദേശം അവരും ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്, അതിൽ അതിഥികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ പരിപാടിയിലേക്ക് അല്പസമയത്തിലൊക്കെ നമുക്ക് കടക്കാൻ കഴിയും. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ഔദ്യോഗികമായി ആ പരിപാടി തുടങ്ങേണ്ട സമയമാവുന്നു തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷം. അതും സന്തോഷം. നമ്മൾ 3 പേരുടെ വാങ്ങിക്കാം. വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ആളുകൾ കൂടുന്നിടത്തൊക്കെ നമ്മളൊരു പര്യടനം നടത്തുകയാണ്. അപ്പോൾ ഈ പര്യടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ്. ലുലു നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. തീർച്ചയായിട്ടും സാറിനെ പോലെയുള്ളവർ ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഇറങ്ങുമ്പോൾ അതിനെ ചൂടിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിഭയങ്കര ചൂടാണ്. ആ ചൂടിനെ വകവയ്ക്കാതെ ആ ചൂട് നമുക്ക് പ്രശ്നമില്ല. ഇതിന്റെ അല്ലാത്ത ചൂട്, കാര്യം അമ്മമാർക്കുടെ കണ്ണീരാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു ചെറിയ പ്രശ്നം, ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും അതിൽ സാറിനെ പോലെയുള്ളവർ ഇങ്ങനെ ഇറങ്ങിയതിൽ വളരെ സന്തോഷം. അതിന് എല്ലാവിധ കടക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലായിടത്തും ഞങ്ങളുടെ സഹകരണം ഉണ്ടാവും. അപ്പൊ നമ്മുടെ നന്ദകുമാർ സ്ഥലത്ത് വന്നു. നന്ദകുമാർ സാർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തെ കൂടെ നമ്മൾ കണ്ട് നമ്മുടെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അബുദാബിയാണ് ബേസിക് ആയിട്ട് അദ്ദേഹത്തിന്. നന്ദകുമാർ, താങ്ക് യു. സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പര്യടനത്തിലാണ്. 14 ജില്ല കിടക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ആർമി പിന്തുണ എം എ യൂസഫിന്റെ പ്രത്യേക പരിഗണന ഈ കാര്യത്തിലുണ്ട്. സന്തോഷം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. മാത്രമല്ല ഇത് ഒരുപാട് പേരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ തന്നെ ഈ വെഞ്ഞാറമൂടിലെ ഒരു കൂട്ടക്കൊലയുണ്ട്. അല്ലെ, അവരുടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം പ്രവാസിയാണ്, സൗദി അറേബ്യയിലേക്കായിരുന്നു. അദ്ദേഹം വന്നിട്ടുണ്ട്. അഫാന്റെ പിതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല. ഓർമ്മകൾ ഇങ്ങനെ കൂടുകൂട്ടി വരിക. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ഒരു വീടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അനാഥ മന്ദിരത്തിലാണ്. ഇപ്പം അവരെയും കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അപ്പോൾ നമ്മളിന്ന് 24 അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. കാരണം അവർ അപ്പോൾ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ കുടുംബത്തിനാണോ നമ്മൾ വീട് വെച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത്. നമ്മൾ അതല്ല പ്രശ്നം. അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ, ഏറ്റവും ഇമ്പാക്ട്ഫുൾ, ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പാക്ട്ഫുൾ മെസ്സേജാണ് SKN40. അത് മാത്രമല്ല ഈ മെസ്സേജ് ഓഫ് ലഹരി വിരുദ്ധ കേരളം, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി അമേസിംഗ്. അപ്പോൾ ഇതിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ നമുക്കും ലുലു ഗ്രൂപ്പിനും ലുലു മോളിനും പ്രത്യേകിച്ച് യൂസുഫ് സാറിനും എല്ലാവർക്കും അതീവ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചിരുന്നു ശരിക്കും ഇതിന്റെ ഉദ്ഘാടനത്തിനായിട്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ തിരക്കുണ്ടും ഇപ്പോഴത്തെ ഈ നോയമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ താങ്ക് യു ശ്രീ എം എ യൂസഫ് അലി, അങ്ങയുടെ സപ്പോർട്ടിന്. അപ്പം നന്ദകുമാർ എത്രയായി ലുലുലായിട്ട് ഇപ്പോൾ? 25th ഇയർ. 25 കൊല്ലം മിനിറ്റ്. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ നന്ദകുമാർ 25. ഓക്കെ. താങ്ക്സ്. അപ്പോൾ കുറച്ചധികം പ്രായമായി അല്ലേ? അതെ, കാണാത്ര ഇല്ലെങ്കിലും പക്ഷേ ഒരു they always say leaders don't do different things, they do things differently. അപ്പോൾ SK എന്ന് പറഞ്ഞ ആള് നമ്മൾ എന്നു മുതൽ കാണുവാണ്. പക്ഷേ എന്നും വിചാരിക്കും വാട്ട് ന്യൂ ക്യാൻ ഹാപ്പൻ, ന്യൂസിൽ ഒന്നും പുതുമ ഉണ്ടാകാൻ വഴിയില്ല. അപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് മൊത്തം മാറ്റിമറിച്ച് ലിറ്ററലി എല്ലാവരും അവരെ കാലിൽ നിർത്തി. നന്ദകുമാർ, ഇതിനകത്ത് നമുക്ക് മനസ്സിലായി, നമ്മളിപ്പോൾ വന്നിട്ട് തുടങ്ങിയിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. ശരിക്കും മെനഞ്ഞാന്ന് വൈകുന്നേരം ലോഞ്ച് ചെയ്ത്. അപ്പോൾ മാത്രമല്ല 100 അമ്മമാരായത് ലോഞ്ച് ചെയ്തു. കാര്യം അമ്മമാരാണല്ലോ ആശങ്കപ്പെടുന്നത്. അപ്പോൾ അവരാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു ദിവസം തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും പോയി. എനിക്ക് തോന്നുന്നു അഭൂതപൂർവമായ പ്രതികരണം ആൾക്കാരുടെ ഭാഗത്തു നിന്ന്. ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അമ്മമാരുടെയൊക്കെ ആശങ്കയായിട്ട് നമ്മൾ തണുങ്ങിപ്പോയി. നമ്മൾ വാർത്താമുറിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പം തന്നെ ഒരു പോലീസിന്റെ പണി തുടങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. ഒരു വടിയെടുത്തങ്ങ് ഇറങ്ങിയാലോ. അത്രയും വലിയ ആവേശത്തിലാണ് നമ്മൾ. പോലീസ് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. വ്യാപകമായ റെയ്ഡ് കേരളത്തിൽ നടക്കുകയാണ്. കാര്യം ഒരുപക്ഷെ MDMA ഒക്കെ വിൽക്കുന്ന ഒരാളിനെയും ഈ കേരളത്തിൽ സാധ്യത. മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറഞ്ഞു. അത് ഞാനുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, നിലപാടെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ പിടിച്ചിക്കാൻ പറ്റില്ല. കേരള പോലീസ് വഴിയില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സമയം, ഏറ്റവും അനിവാര്യ സമയം. ഇവിടെ നന്ദകുമാർ കണ്ടതല്ല, ഒരു മാന്ത്രികൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ നമുക്ക് വേദിയിലേക്ക് പോവാം. സന്തോഷം. അബുദാബിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, സംസാരിക്കാം. അപ്പൊ ഇവിടെ നമ്മളൊരു ചെറിയ വാഷ്മി ഇവിടെ എന്താ സംഘടിപ്പിക്കാൻ അറിയാം. ഇവിടെ ആള് വരുന്നുണ്ട്. ആള് വരുമ്പോഴേക്ക്
ഒരു സെൻട്രൽ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു വേദി, നമ്മുടെ സന്ദേശം അവിടെ ആ വേദിയിലുണ്ട്. അത് ലുലു ഉൾക്കൊള്ളുന്നു. അത് ലുലു വരുന്ന നമുക്ക് അങ്ങോട്ട് കയറിയല്ലോ. അങ്ങോട്ട് ഓക്കെ ഓക്കെ. അപ്പൊ നമസ്കാരം. നമ്മള് കേരളത്തിൽ ഉടനീളം നടന്ന ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ലുലു മാളിൽ വന്നിരിക്കുന്നത്. എനിക്കൊപ്പം വിജയകുമാറുണ്ട്, കാശ്മീർ താജ് ഇബ്രാഹിമുണ്ട്. ഞങ്ങളുടെ ഒരു 24-ന്റെ വലിയൊരു പട്ടാളം ഇങ്ങനെ ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സും 24-ഉം സംയുക്തമായിട്ടാണ് ഇത് ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചില ഉത്സാഹ കമ്മിറ്റിക്കാർ വിളിച്ചു പറയുന്ന പോലെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഇരുന്നാൽ നന്നായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ കാശ്മീർ? ഓക്കെ, നമുക്ക് വേദിയിലേക്ക് ഒരു മാന്ത്രികനെ വിളിക്കണം. അപ്പൊ നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരു മാന്ത്രികനെ കേരളത്തിലുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാന്ത്രികന്മാരെ പ്രിയപ്പെട്ടവരല്ലെന്നല്ല, എന്നാലും അദ്ദേഹത്തെ നമ്മൾ വളരെ, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ഇന്ദ്രജാലവിദ്യയും ഒക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. വരുന്നു യു ആർ വെൽക്കം. ഓക്കെ, വരൂ, താങ്കൾ അങ്ങനെ. ഓക്കെ, നന്ദകുമാരുടെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മളിനി അദ്ദേഹത്തെ കൂടെ വിളിക്കാമല്ലോ. വരൂ, അങ്ങും കൂടെ വരും. ഓക്കെ, അപ്പോൾ വിജയകുമാർ കുറെ കാലമായിട്ട് ഗോപിനാഥനോട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അല്ല, വേറൊന്നുമല്ല, ഈ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും ശക്തമായ സന്ദേശം ഈ കലയിലൂടെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യമുള്ള മേഖലയിലൂടെ എല്ലാ തവണയും നൽകാറുള്ളതാണ്. അത് നിരന്തരമായി നൽകാറുണ്ട് എല്ലാ കാലത്തും. അപ്പൊ അത്തരം സന്ദേശം നൽകാൻ ഏറ്റവും ആപ്റ്റായ ഒരാളിനെ നമുക്ക് ഈ വേദിയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഈ മധ്യാഹ്നം ആ നിലയിൽ സമ്പൂർണ്ണമായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഗോപിനാഥ് നന്നായി സംസാരിക്കുന്ന ആളാണ്. ഓക്കെ, കടിക്കുന്ന പട്ടിക്കുന്നതിനാ തലാന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? ഇന്ദ്രജാലക്കാരനുമാണ്, നല്ല സംഭാഷണ പ്രിയനുമാണ്. ഗോപി എന്നെ സംസാരിക്കട്ടെ. ആദ്യം തന്നെ ഈ ഒരു സംരംഭം ഏറ്റെടുത്തതിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കേരളയാത്ര അരുത് അക്രമം, അരുത് ലഹരി എന്നാണ് ഇതിൻ്റെ സന്ദേശം. വളരെ ആപ്റ്റായ സമയത്താണ് ഏറ്റവും പ്രമുഖമായ ഒരു ചാനൽ 24 ചാനൽ ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്നത് എന്നറിയാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു, പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നത്. എന്നാലും ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം, ഞങ്ങൾ പണ്ടൊരു യാത്ര നടത്തിയിരുന്നു. സ്റ്റോപ്പ് സാഡ് എന്നായിരുന്നു ആ യാത്രയുടെ പേര്. അത് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ളൊരു യാത്രയായിരുന്നു. സ്റ്റോപ്പ് സാഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് എന്നായിരുന്നു അതിൻ്റെ തീം. ഇപ്പോൾ എനിക്ക് പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രഗ്സ് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഒരു അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന, ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത അത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനൊരു 2 മിനിറ്റ് സംസാരിക്കാമോ? പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട്. ഗോപി, ഇതിനകത്തൊരു കാര്യം, നമ്മളിപ്പോൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാനലിലും നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും. നമ്മുടെ ചാനലുകളിൽ തത്സമയം പോകുന്നുണ്ട്. ലോകമെമ്പാടും ഇരിക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് താങ്കൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നത്. കാരണം ഇത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഓരോ വീട്ടിലുമാണ് ഇതിൻ്റെ ബോധവൽക്കരണം ആരംഭിക്കേണ്ടത്. പാരൻസിൽ നിന്നാണ് ബോധവൽക്കരണം ആരംഭിക്കേണ്ടത്. തീർച്ചയായിട്ടും ഓരോ മാതാവും പിതാവും മക്കൾക്ക് റോൾ മോഡലാവുക എന്നിടത്താണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ സാധാരണ പണ്ട് പറയാറില്ല, ഒരു കഥ പറയാറില്ല, ഒരാൾ 20 വയസ്സ് വരെ ജീവിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് തോന്നി ലോകമൊന്ന് നന്നാക്കണമെന്ന് തോന്നി. ഒരു 10 വർഷം ലോകം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ വിചാരിച്ച ലോകം നന്നാവില്ല. അദ്ദേഹം ഒരു 10 വർഷം രാജ്യം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ മാത്രം വിചാരിച്ച രാജ്യം നന്നാവില്ല. സ്വന്തം സംസ്ഥാനം നന്നാക്കാൻ വേണ്ടി 10 വർഷം ശ്രമിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന് 50 വയസ്സായി. അപ്പോഴദ്ദേഹത്തിന് മനസ്സിലായി, സംസ്ഥാനം നന്നാക്കേണ്ടിടത്തല്ല തുടങ്ങേണ്ടത്. പിന്നെ അദ്ദേഹം നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. 60 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, നാടല്ല നന്നാക്കേണ്ടത്, എൻ്റെ വീടാണ് നന്നാക്കേണ്ടത് തോന്നി. 10 വർഷം അതിനു വേണ്ടി ശ്രമിച്ചു. 70 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്നിലാണ് തുടങ്ങേണ്ടത്. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി. അപ്പം നമ്മൾ തുടങ്ങേണ്ടത് നമ്മളിലാണ്, നമ്മുടെ വീട്ടിലാണ്. ഞാൻ പറയുന്നത്, ഞാൻ നന്നായാൽ എൻ്റെ വീട് നന്നാവും, വീട് നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായാൽ ലോകം നന്നാവും. ഇത് തന്നെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഓരോ വീട്ടിലും നമ്മൾ തുടങ്ങണം ഇതിൻ്റെ ബോധവൽക്കരണം. കാരണം വളരെയധികം അതിക്രമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം, ഓരോ പാരൻസിനും മക്കൾക്ക് റോൾ മോഡലാവുക, ഓരോ അധ്യാപകരും മക്കൾക്ക് റോൾ മോഡലാവുക. അതിലൂടെ നമ്മുടെ മക്കളോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയുക, ഒന്നത്. രണ്ടാമത്, അവർക്ക് കൊടുക്കേണ്ട സ്നേഹം 1000 ഇരട്ടിയായി പകർന്നു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട രീതിയിൽ കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
കപടമായ സ്നേഹത്തിന് പുറകെ അവരെ വിളിച്ചു പോകുമ്പോൾ അവരങ്ങോട്ട് ആകർഷിക്കപ്പെടുകയും അതിലേക്ക് പോവുകയും ചെയ്യും. അത് യഥാർത്ഥ സ്നേഹമല്ല, നേരെ മറിച്ച് ഒരു വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ ഒരു സൈഡിലേക്ക് പോകുള്ള മയക്കുമരുന്നിൻ്റെ വിപണന കേന്ദ്രത്തിലേക്കുള്ള സ്നേഹമാണെന്ന് തിരിച്ചറിയാതെ പോകുന്ന മക്കൾ അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും അനിവാര്യമായൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് 24 ചാനൽ ശ്രീകണ്ഠൻ സാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടത്തുന്ന യാത്ര ഓരോരുത്തരെയും കണ്ണ് തുറപ്പിക്കുന്നതാവട്ടെ എന്ന്, മനസ്സ് തുറപ്പിക്കുന്നതാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് ലുലുവിൻ്റെ ഈ ഒരു പ്രമിസസിൽ വെച്ചിട്ട് ഈ ഒരു ജനതയോട് ഈ ചാനലിന് മുമ്പിൽ സംസാരിക്കാൻ സാധിച്ചത് സൗഭാഗ്യമായി കരുതുന്നു. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ലുലുവിൻ്റെ നന്ദകുമാർ സംസാരിച്ചിരുന്നു. എന്നാലും അദ്ദേഹം 2 വാക്കുകൂടെ പറയട്ടെ കാശ്മി. കാരണം നന്ദകുമാറിൻ്റെയൊക്കെ സപ്പോർട്ട് വളരെ കൂടുതലാണ് നമുക്ക്. Today I'm not happy, I'm not excited, I'm honored to be here in the SKN സാറിൻ്റെ കൂടെയും മുതുകാട്ജിയുടെ കൂടെയും ബാക്കി എല്ലാവരുടെ കൂടെ be able to share a stage on such important occasion. Normally people celebrate half century, full century. SKN is always different. So he started with 40. As a communication professional, we always say that don't do different things, do things differently. അപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ എന്ത് മാറ്റം കൊണ്ടുവരാൻ വിചാരിക്കുമ്പോഴാണ് അദ്ദേഹം വന്നിട്ട് മൊത്തം ന്യൂസ് ചാനലിലെ ഘടനയെ മാറ്റി. ഇപ്പം ആങ്കേഴ്സ് ആർ ഹു ആർ സിറ്റിംഗ് ഓൺ ചെയർസ് ആർ സ്റ്റാൻഡിങ് ഓൺ ദർ ഫീഡ് താങ്ക്സ് ടു യു. അപ്പം താങ്ക്സ് ഫോർ മേക്കിംഗ് ന്യൂസ് സച്ച് ജനകീയം. താങ്ക്സ് ഫോർ മേക്കിംഗ് ന്യൂസ് സച്ച് യൂത്ത് ഓറിയൻറ്റഡ്. താങ്ക്സ് ഫോർ മേക്കിംഗ് ലേഡീസ് ആൻഡ് ഫാമിലീസ് വാച്ച് യു ന്യൂസ് ചാനൽ. അല്ലെങ്കിൽ ന്യൂസ് വാസ് ഓൾവേസ് മെൻറ്റ് ഫോർ elderly male audience. From there it has come to ladies and families and young youth. So absolutely honored on behalf of Lulu Group, Lulu Mall, Chairman Yusul Sarande, all our support with you. May you have not only half century but hit century inshallah with us, and we'll all celebrate God willing. Thanks sir. And this message of Ardu Akramam, Ardu Lahari, apt message. ഇതിനായിരുന്നു വലിയൊരു മെസ്സേജ് ഈ സന്ദർഭത്തിൽ കൊടുക്കാനില്ല. Absolutely amazing to be part of it. ഓക്കെ, താങ്ക് യു ശ്രീ വി നന്ദകുമാർ. അപ്പോൾ ശ്രീ എം എ യൂസഫ് അലി, അദ്ദേഹം നമ്മുടെ ഈ 24 നെറ്റ്വർക്കിന് വലിയ സഹായം ചെയ്യുന്ന ആളാണ്. നമ്മളിങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അദ്ദേഹം ഒരുപാട് ധാർമ്മികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ യാത്രക്കിടയിൽ നമ്മൾ ഒരുപാട് പേരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ 14 ജില്ലകളിലായി 40 കമ്പ്യൂട്ടർ ലാബുകൾ സെറ്റ് ചെയ്യുന്നു. അതുപോലെ അത് കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കുറേ വീടുകൾ നമ്മൾ നിർമ്മിച്ച് നൽകുന്നു. അതുപോലെ കൊച്ചിയിലെത്തുമ്പോൾ നമ്മൾ 300 അമ്മമാരെ അറബിക്കടൽ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. കാര്യം ഈ അറബിക്കടൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള അമ്മമാർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. അമ്മമാരല്ലേ. അപ്പോൾ അമ്മമാർക്ക് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇനി പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെയൊരു യാത്ര എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കേരളത്തിലെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ MDMA രാസലഹരി പദാർത്ഥങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എക്സൈസ് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്, കേരളം ഇതൊന്നും വെച്ച് ഉറപ്പിക്കില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പള്ളിക്കൂടങ്ങളുടെയും അതിൻ്റെ വരാന്തകളിലും ക്യാമ്പസിൻ്റെ വരാന്തകളിലും ഹോസ്റ്റൽ മുറികളിലും ഒക്കെ തന്നെ ഇത്തരം വ്യാപനം കൂടുതൽ വ്യാപകമായ 2 മാസങ്ങളാണ് കടന്നു പോകുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കണക്ക്, കഴിഞ്ഞ 2 മാസങ്ങളിൽ കേരളത്തിൽ 70 കൊലപാതകങ്ങൾ നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളും MDMAയുടെ ഒരു സ്വാധീനത്തിലാണ് ചെയ്യപ്പെട്ടത്. മാത്രമല്ല സഹോദരിയെ കണ്ടാൽ മനസ്സിലാകാത്ത സഹോദരൻ, 10 വയസ്സുള്ള സഹോദരൻ 12 വയസ്സുള്ള സഹോദരിക്ക് MDMA വെച്ച് നൽകുന്നു. അതുപോലെ സ്വന്തം അമ്മയെ പീഡിപ്പിക്കാൻ ലഹരിയുടെ പിൻബലത്തിൽ ചില കുട്ടികൾ ശ്രമിക്കുന്നു. ഒരു 45 വയസ്സുകാരനാണ് അത് ശ്രമിച്ചത്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ വരുന്ന വാർത്തകൾ വാർത്താമുറിയിലിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയും അപ്പോൾ ശീതീകരിച്ച മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ജനങ്ങളോട് ഇക്കാര്യം നേരിട്ട് പറയുകയും മുഖ്യമന്ത്രിയുമായി നമ്മളൊരു അഭിമുഖം നടത്തിയത് സംപ്രേഷണം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ തന്നെ സ്വകാര്യമായിട്ടും ഈ കൊലക്കത്തിയുമായി നടക്കാൻ കാരണം കുട്ടികൾ പ്രതികളായതുകൊണ്ടല്ല, അവർക്ക് ഇത്തരം സംഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ചില മാഫിയ സംഘങ്ങൾ കേരളത്തിൽ സജീവമായതുകൊണ്ടാണ്. അവരുടെ കടക്കൽ കത്തി വെക്കണം, അത് എന്ത് വില കൊടുത്തും ഈ മാഫിയ സംഘങ്ങളെ കേരളത്തിൽ നാട്ടി പായിക്കണമെന്ന് അദ്ദേഹത്തോട് നമ്മൾ അതിശക്തമായ വാക്കിൽ ആവശ്യപ്പെടുകയും ഞാൻ പറഞ്ഞു, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ കാര്യക്ഷമത പ്രകടിപ്പിക്കേണ്ട സന്ദർഭം ആഗതമായിരിക്കുന്നു. നമ്മുടെ കേരളം നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അതിനിശ്ചിതമായ നിലപാടാണ്. ഒരു രാഷ്ട്രീയ ഇടപെടലും ഇല്ലാതെ സ്വതന്ത്രമായി നമ്മുടെ പോലീസ് സേനയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് വളരെ വിഖ്യാതമായ പോലീസ് സേനയാണ്, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് താമസിച്ചു പോയോ എന്ന് സംശയമുണ്ട്. അമ്മമാർക്ക് ഇപ്പോൾ തീയാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? കാര്യം സ്കൂൾ വരാന്തകളിലൊക്കെ ഈ ക്യാച്ച് ദം എങ്ങ ഒരു കാലത്ത് നല്ല തിയറിയായിരുന്നു. ഇപ്പോൾ കുട്ടികളെ ഈ രാസലഹരിയിലേക്ക് സ്വാധീനിക്കാനും ചോക്ലേറ്റിൽ ലഹരി കലർത്തി കുട്ടികൾക്ക്
സംഭാവന ചെയ്തവരെ അഡിക്റ്റാക്കി അവരെ വാഹകരാക്കി കാരിയർമാരാക്കി കൊണ്ടു നടക്കാനുമൊക്കെ ശ്രമം നടക്കുന്ന ഒരു വേളയിലാണ് ഞങ്ങൾ ഈ 14 ജില്ലകൾ കടന്നു പോകുന്ന ഒരു പര്യടനം നടത്തുന്നത്. വളരെ ഗംഭീരമായ ഒരു സ്വീകരണമല്ല, ഒരു അവബോധം. ഈ 40 കൊല്ലം ഞാൻ മാധ്യമത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഒരു ആഘോഷ പരിപാടിയും നമുക്കില്ല. നമുക്കുള്ള ആകെ സംഭവം, നമുക്ക് അമ്മമാർ ചൂലെടുക്കണം, വാത്സല്യത്തിന് ചൂല്, അധ്യാപകർ ചൂരിൽ കയ്യിലെടുക്കണം. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ചൂരിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ കയ്യിലെടുക്കാം എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ അടി കൊടുക്കണമെന്നുള്ളതല്ല. കാരണം കുട്ടികൾക്ക് ചെറിയൊരു ഭയം സ്കൂളുകളിൽ വന്നോട്ടെ എന്ന് കോടതി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. മുളയിലെ നമ്മൾ നുള്ളണമായിരുന്നു, നമുക്ക് നുള്ളാൻ കഴിഞ്ഞില്ല, കുറച്ച് വളർന്നു. എന്നാൽ ഇപ്പോഴും പോലീസ് സേനയുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാം കാര്യം, ഇത് നമ്മുടെ കേരളമാണ്, നമ്മൾ അഭിമാനത്തോടെ കാണുന്ന നാടാണ്. 44 നദികൾ ഒഴുകുന്നു മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കേരളം മുന്നിലാണ്. അപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം അനന്തപുരിയുടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കേരളത്തെക്കുറിച്ച് അഭിമാനിക്കാൻ ഒരുപാട് വകകളുണ്ട് സംസ്ഥാനത്തിന്. അപ്പോൾ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ കഷ്ടിച്ച് 3 മാസം 90 ദിവസങ്ങൾക്കകം ഇതിൻ്റെ നാരായ വേര് പിഴുതെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയുന്നൊരു എക്സൈസ് സംവിധാനം നമുക്കുണ്ട്, ഒരു പോലീസ് സംവിധാനമുണ്ട്. ഞാൻ അദ്ദേഹത്തോട്, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമ്മുടെ 5 സംസ്ഥാനങ്ങളിലെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ ഒരു സമ്മേളനം വിളിച്ചിട്ട് പോലും ഈ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഈ ലഹരി ഒഴുകുന്നു എന്നതുകൊണ്ട് അത് നിയന്ത്രിക്കാനുള്ള നടപടിയും വേണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു യാത്രക്കിടയിൽ ഒരു ഗവേഷണ റിപ്പോർട്ട് തയ്യാറാക്കും. കേരളത്തിൻ്റെ ആത്മാവിൽ എന്താ സംഭവിക്കുന്നത്, കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അറിയപ്പെടാത്തൊരു കേരളമുണ്ടോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ലഹരി ഒഴുകുന്ന വഴികൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഉൽപാദന കേന്ദ്രങ്ങൾ എവിടെയാണ്, ഇതൊക്കെ തന്നെ ഈ ഒളിയിടങ്ങളൊക്കെ കണ്ടെത്തി നമ്മളൊരു അതിവിശാലമായ ഒരു ശാസ്ത്രീയമായ പ്രൊഫഷണലായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി അദ്ദേഹത്തിന് കൊടുക്കും. ആ റിപ്പോർട്ടിന്മേൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ യാത്ര പൂർത്തിയാക്കും. 45ാമത്തെ ദിവസം ഒരു കോൺക്ലേവ് വിളിച്ച് VD സതീശൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് സമർപ്പിക്കാനാണ് നമ്മുടെ ശ്രമം. വലിയൊരു ചർച്ചയും, ഒരിക്കൽ ഇതിൻ്റെ വേരറുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇത് തലപൊക്കാതിരിക്കാനുള്ള നടപടികൾ കൂടി ചെയ്യാൻ വേണ്ടിയുള്ള ശുപാർശകളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തും. എക്സ്പെർട്ടുകളുടെ സഹായം തേടും. അങ്ങനെയാണ് നമ്മുടെ പോക്ക്. ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ലുലു, പ്രത്യേകിച്ച് ശ്രീ MA യൂസഫ് അലി പോലെയുള്ള ആളുകളും ശ്രീ നന്ദകുമാറും അദ്ദേഹത്തിൻ്റെ സംഘവും ഒക്കെ ചെയ്യുന്ന സഹായത്തിന് നന്ദി. മാത്രമല്ല, നമ്മുടെ ജനങ്ങൾ ലോകമെമ്പാടും വരുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് പറയേണ്ടത്, നമുക്കൊരു കേരളമേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. ഇനി കേരളത്തെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികൾ പുതിയ തലമുറയാണ്. തലയും മുറയും തെറ്റി നടക്കാൻ ആ കുട്ടികളെ അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വാത്സല്യത്തിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനപ്പുറം കടന്ന് നമ്മൾ ചില നടപടികൾ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ, കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ സർവീസായിട്ട് കണ്ട് ഇത് നിങ്ങൾ ചൊല്ലി കഴിയുമ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ സഹായത്തിനും സ്വീകരണത്തിനും നന്ദി. സ്വീകരണമല്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് വിജയകുമാർ എന്തെങ്കിലും പറയാനുണ്ടോ ഈ കാര്യത്തിൽ? ഇല്ല, ആഷ്മിക്കോ? അപ്പം നമ്മൾ ഒരു സർവേ ഫോം കൊടുത്തിട്ടുണ്ട്, അന്ന് പൂരിപ്പിക്കണം. അത് 14 ജില്ലകളിൽ നിന്നും എന്താണ് എലക്ട് ചെയ്യപ്പെടുന്ന 14 ഭാഗ്യശാലികൾക്ക് ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് 4 ദിവസം. അതായത് ഒരു ജില്ലയിൽ, അതായത് 1 ലക്ഷം രൂപ ചെലവിൽ ബെന്നീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് അവർ ചെയ്യുന്നൊരു സംഭവം ഉണ്ട്. നമ്മൾ ഈ അറബിക്കടൽ കാണിക്കാമെന്ന് പറഞ്ഞല്ലേ, എവിടേക്കാണ് കൊണ്ടുവന്നത് ആഷ്മി? ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് 4 ദിവസം സൗജന്യ ക്രൂയിസ്. അപ്പോൾ അങ്ങനെയുണ്ട്. നമ്മളിതിനകത്ത് കുറേ സഹായ പദ്ധതികളും ഇങ്ങനെയുള്ള സമാന പദ്ധതികളൊക്കെ ഉണ്ട്. കാര്യം ഇത് യഥാർത്ഥത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്തോ സംഭവം, എന്നാൽ അതിനപ്പുറം കിടക്കുന്നില്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രതിജ്ഞയിലേക്ക് കിടക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് വളരെ കാര്യം, നമ്മുടെ പുതിയ തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടി വരുന്ന ജീവിതത്തിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതിജ്ഞ ലോകമെമ്പാടും ഇരുന്ന് നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റുചൊല്ലുന്നൊരു കാലമാണ്. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.
താങ്ക് യു. ഈ പ്രതിജ്ഞ നിങ്ങളുടെയൊക്കെ മനസ്സിൽ കൊള്ളട്ടെ. തീക്കൊള്ളി കൊണ്ട് ഈ പ്രതിജ്ഞ അക്ഷരാർത്ഥത്തിൽ നമ്മൾ എഴുതി സൂക്ഷിക്കട്ടെ. നമ്മുടെ ലോകമെമ്പാടും ഇരുന്ന ആളുകൾ ഈ തത്സമയം കാണുകയാണ്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതൊരു വലിയൊരു പ്രസ്ഥാനമാണ്, ഇതൊരു വലിയൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആണ്. കാരണം കോവിഡിന് ശേഷം നമ്മുടെ കുട്ടികൾക്കുണ്ടായ സൗകര്യങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്നേക്കുമായി ഒരു അവസാനം കൽപ്പിക്കാനുള്ള ഒരു യാത്രയാണ്. എല്ലാ മാധ്യമങ്ങൾക്കും ഇതിൽ അണിചേരാം, എല്ലാ ജനങ്ങൾക്കും അണിചേരാം. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ബോധമില്ല. അങ്ങനെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഗോപിനാഥ് മുതുകാടൊക്കെ ഒത്തിരി യാത്ര നടത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ യാത്ര നടന്നത്. നല്ല ചൂടുണ്ട്. വിജയകുമാറൊക്കെ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നില്ല, ഇപ്പോൾ ഏതാണ്ട് കോലം കെട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ കാസർഗോഡ് എത്തുമ്പോഴത്തേന് തിരിച്ചറിയാൻ പറ്റാതാകും. അറിയുമെന്ന് ഞാൻ തന്നെ ചോദിക്കും മിക്കവാറും. ഓക്കെ വിജയകുമാർ, ഇനിയിപ്പോ അല്ല എസ് കെൻ ഇതിൽ അതിന്റെ ഒരു സന്ദേശം ഇതിനോട് കൈമാറിയിട്ടുണ്ട്. എസ് കെൻ പറഞ്ഞതുപോലെ കേവലം നമ്മൾ തെക്ക് നിന്ന് വടക്കോട്ട് സഞ്ചരിക്കുകയല്ല, ഓരോ സ്ഥലത്തും ഈ സന്ദേശം പറയുകയാണ്. എവിടൊക്കെയാണ് ആളുകൾ കൂടുന്നത് അവിടെയൊക്കെ ഞങ്ങൾ ഈ സന്ദേശം പറയും. അത് ഒരു പക്ഷേ മാർക്കറ്റിലായിരിക്കാം, കടകളിലായിരിക്കാം, വലിയ മാളുകളിലായിരിക്കാം, ആശുപത്രികളിലായിരിക്കാം, പുഴയോരത്തോ കടലോരത്തോ ഒക്കെ ആവാം, ബീച്ചുകളിലാവാം, തെരുവുകളിലാവാം. എവിടെയാണോ ആളുകൾ വരുന്നത്, അമ്മമാർ വരുന്നത്, സഹോദരങ്ങൾ വരുന്നത്, അവിടെയൊക്കെ ഞങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഫലം ഈ സൊസൈറ്റിയിൽ, ഈ സമൂഹത്തിൽ, ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. തുടങ്ങിയിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ. അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുതന്നെയാണ് കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസ്. അത് കൂടും, അത് വലിയ കൊടുങ്കാറ്റായി മാറും ഈ സമൂഹത്തിൽ. അത് വലിയ ഈ അധാർമിക ശക്തികളെ കടപുഴക്കി എറിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. വിജയകുമാർ, തലയ്ക്ക് മുകളിലൊക്കെ കുറച്ച് ആൾക്കാർ ഇതുണ്ട്, അവരെല്ലാം കേട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ആഷ്മി, അപ്പൊ എസ് കെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ കുറച്ച് ഉപഹാരങ്ങൾ എസ് കെ നമ്മൾ ശരിക്കും നമ്മൾ ഈ ചില ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ ചില സൂത്രപ്പണികൾ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോവിഡിന് കാലത്ത് 20 മാസം നമ്മൾ കോവിഡ് കൊണ്ട് നടന്നവരാണ്. ആ കൊറോണ എന്നുള്ള കുട്ടി വൈറസ് നമ്മളെ കുറച്ച് ആക്രമിച്ചപ്പോൾ നമ്മൾ വാതിലങ്ങ് കുട്ടി അടച്ചു, ജനാലയൊക്കെ അടച്ചു. ഇപ്പം നമുക്ക് അയലത്ത് താമസിക്കുന്ന ആൾക്കാർ ആരാണെന്ന് അറിയില്ല. ചിലപ്പം അതിഥി തൊഴിലാളിയായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന ആൾക്കാരായിരിക്കും. അപ്പം മണ്ടങ്ങനെ ആയിരുന്നില്ല, 4 കിലോമീറ്റർ ചുറ്റളവുള്ള ആരും നമുക്ക് പരിചിതമായിരുന്നു. അപ്പം നമ്മൾ ചെറിയ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതായത് നമ്മുടെ തൊട്ട അയലത്ത് താമസിക്കുന്ന ആളിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേര്, അവരെ കല്യാണം കഴിച്ച സ്ഥലം എവിടെയാണ്, മൂത്ത കുട്ടി ഇപ്പം എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില നിസ്സാര ചോദ്യങ്ങൾ. നമുക്ക് ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ കോവിഡ് കാലത്ത് കുട്ടിയടച്ച വാതിലുകൾ തുറന്നിടണം. അപ്പം മതിലുകൾ മനസ്സിൽ വേണ്ട. നമ്മൾ അത്യാവശ്യം മതിൽ ഒരുപാട് നാട്ടിൽ കെട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ മതിലുകൾ നമ്മൾ തച്ചുടയ്ക്കണം മനസ്സിലെങ്കിലും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്കൊരു ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ? അതെ, നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ അയലത്തുള്ള 4 പേരുടെ പേര് പറയാൻ പറ്റുമോ? കള്ളപ്പേര് പറയരുത്, ഇത് ലൈവാണ്. അപ്പോൾ അവരും കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും പറയാൻ പറ്റിയ ഇപ്പോൾ ഒരു സമ്മാന പദ്ധതിയുണ്ട്. 4 പേരുടെ പേര് പറഞ്ഞാൽ, നിങ്ങളുടെ തൊട്ടയലത്ത് താമസിക്കുന്ന 4 പേരുടെ പേര്. വിൽസിന് പറയാൻ പറ്റത്തില്ലല്ലോ, വിൽസ് സ്റ്റാഫല്ലേ. അപ്പോൾ ഒരാൾ പറയും. ആരെങ്കിലും 4 പേര് പറയുന്നുണ്ടെങ്കിൽ വളരെ വേഗം ആയിക്കോട്ടെ. 4 പേര് ആരെങ്കിലും ഉണ്ടോ? ഇത് ഏറ്റെടുക്കാൻ ആർക്കും പറ്റുന്നില്ലേ? അയ്യോ, ഇത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അല്ലേ? ആര് പറയും? വരൂ മോർണിംഗ് സ്റ്റേയിലോട്ട് 4 പേര് പറഞ്ഞാൽ മതി. വളരെ ആകർഷകമായ കാര്യങ്ങൾ. നന്ദകുമാർ, താങ്കൾ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കെ. 4 പേരോ? നമ്മളെ വീട്ടിന് ചുറ്റിനും ആൾക്കാരാണ്. അവരൊക്കെ മൈക്കടുപ്പിച്ച് വെച്ചു. ഇപ്പുറത്ത് മഞ്ജു മാമി, ഷീജ മാമി, ബിന്ദു മാമി, ശോഭ ആന്റി. ഇത് എവിടെയാ സ്ഥലം? എവിടെയാ? പെരുങ്കുഴി. അയ്യോ, നിങ്ങളവിടെ ഉണ്ടല്ലേ? ഇല്ലാത്ത ആൾക്കാരുടെ പേര് പറയരുതേ. ഇല്ല, എല്ലാം ഉള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആഷ്മി, ഇപ്പൊ തന്നെ ഒരു സമ്മാനം കൊടുക്കും. ഇപ്പൊ മോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു. എന്താ പേര്? സുരഭി. എക്സാക്ട് നാട് എവിടെയാ? ചിറയൻകീഴ്. അപ്പൊ ഞാൻ ഈ 4 പേരെ ഒന്ന് അന്വേഷിക്കും, ചിറയൻകീഴ് വഴി കടന്നു പോകുമ്പോൾ കേട്ടോ. ഓക്കെ. അപ്പൊ കൊടുക്കാം. ഓക്കെ. ഇത് കപ്പാണ്. രാവിലെയൊക്കെ ഞാൻ കുടിക്കുന്ന കാപ്പിയുള്ള കപ്പാണ്, SK ബോട്ടിയുടെ കപ്പാണ്. അപ്പം മോള് ഷോക്കേസ് വെച്ചേക്കണം, ഇടയ്ക്കിടയ്ക്ക് കാപ്പി ഉണ്ട്. ഓക്കെ, ഡൺ. വിജയ് ഭവ. കല്യാണം കഴിച്ചോ? സെക്കൻഡ് DC കൂടിയത് ഉണ്ടോടാ? കല്യാണം കഴിച്ചു. ഓക്കെ, മോളെ വെച്ചോ. ഓക്കെ, റെഡി, ശരി. ഇനിയിപ്പോൾ അടുത്ത ആള്. അതായത് നിങ്ങളുടെ വീടിൻ്റെ 3ാമത്തെ വീട്ടില് സർക്കാർ ജോലിയുള്ള ഒരാളുണ്ട്. അങ്ങനെ പേരെന്താ? ഇല്ല, അത് 4 പേരുടെ പേര് പറയാൻ അറിയാവുന്ന ചേട്ടനാണ്. 4 പേരുടെ പേര്. 4 പേരുടെ പേര് പറഞ്ഞാലും മതി. നമുക്ക് അത്യാവശ്യം അയൽവാസി അറിയാമെന്നെങ്കിലും. ഓക്കെ, 4 പേരുടെ പേര്. വിജയൻ, വിജയൻ, അബ്ദുൽ കരീം,
സലീം, ആ, അതുപോലെ ശോഭ. ഇത് എവിടെയാ സ്ഥലം? പെരിന്തൽമണ്ണ, മലപ്പുറം. പെരിന്തൽമണ്ണയിൽ ഏത് സ്ഥലമാണ്? ഒന്നുകൂടെ കുറച്ചുകൂടെ പറഞ്ഞേ. പെരിന്തൽമണ്ണ എരവിമംഗലം എന്ന് പറയുന്ന സ്ഥലം. അവരിപ്പോഴും അവിടെ ജീവനോടുണ്ട്. ജീവനോട്. ആ 4 പേര് ജീവനോടുണ്ട്. നിങ്ങളൊന്ന് കൈപൊക്കിയേ. ആ, ഒരു മിക്കവാറും കണ്ടിട്ട് ഡിജിറ്റലി കണ്ടിട്ടൊക്കെ കൈപൊക്കി കാണും. അപ്പൊ വിശ്വസിക്കാമല്ലേ? ഓക്കെ ചേട്ടാ, നമ്മൾ ഒന്നുകൂടെ കാണേണ്ടി വരും. പറയുന്നത് ഒന്നുകൂടെ കാണേണ്ടി വരും. അല്ല, കാണാം. നിങ്ങൾ മലപ്പുറത്ത് വരുമല്ലോ, പിന്നെ തീർച്ചയായിട്ടും കാണാം. അവിടെ തലയടിച്ച് കുടിച്ചോളരുത്. എല്ലാവരും വരും. അപ്പൊ എന്തായാലും നല്ല കാര്യമായി. അപ്പൊ ചേട്ടന് അയൽവാസികളെ അറിയാന്നുള്ളത് സന്തോഷം. ഓക്കെ സാർ. അപ്പൊ ചേട്ടന് ഒരു സമ്മാനം. ഇതൊരു ഭാര്യ അറിഞ്ഞിട്ടില്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് ഭാര്യയോട് കൂടും. ഓക്കെ, താങ്ക് യു. സന്തോഷം. നിങ്ങളൊരു പുലിയ. ഓക്കെ, റെഡി. അപ്പോ നമ്മളിനി നമുക്കിനി ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു 4 പേര് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ 2 പേര് പറഞ്ഞാലും മതി. വരൂ വേഗം ഓടി വരൂ. നല്ല ഓടി നല്ല പഞ്ചിൽ വരൂ. നമ്മുടെ മുതുകട കൂടുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ നല്ല പഞ്ചിൽ ഒരു 4 പേര് പറയാൻ പറ്റുമോ? ഞാൻ താമസിക്കുന്നത് നെടുമങ്ങാട് 10-ാം കല്ലിലാണ്. എന്റെ ചുറ്റുമുള്ളവരോട് ഒരാൾ സുമയ്യ, നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ അടുത്തത് സബീന, ഹൗസ് വൈഫാണ്. അടുത്തത് സൂറുമി, ഹൗസ് വൈഫാണ്. പിന്നെ ഹൈറന്നിസ ഹൗസ് വൈഫാണ്. റംല ഹൗസ് വൈഫാണ്. അങ്ങനെ ഇഷ്ടം പോലെ ഇവരൊക്കെ അവിടെ ഉണ്ടോ? എന്തോ ഉണ്ടല്ലേ അവിടെ? ഓക്കെ, കാര്യം അവര് എവിടെയെങ്കിലും നാട്ടിൽ നിന്ന് തുമ്മരുത്. അവിടെ അയലത്തിൽ നിന്ന് തുമ്മണേ. അപ്പൊ ഈ മനോഹരമായ കപ്പ്, അപ്പൊ ഇത് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്ക് യു. അപ്പൊ ഈ 4 പേരെ കൊതിപ്പിക്കണം. കപ്പ് കാണിച്ച് നിങ്ങളുടെ പേര് പറഞ്ഞ് എനിക്ക് കിട്ടിയ കപ്പാന്ന് പറഞ്ഞേ. ഓക്കെ, താങ്ക് യു. ഇതുവഴി പേര് പറഞ്ഞില്ലല്ലോ. എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഹൗസ് വൈഫാണ്. വിജയ് ഭവ. ഓക്കെ, താങ്ക് യു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം കുറച്ചു പേർക്കെങ്കിലും തൊട്ടയലത്തുള്ള ആളുകൾ ആരൊക്കെയാണെന്നറിയാം. ഈ ഒരു സംസ്കാരം കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടണം. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഈ അപരിചിതരായ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കിഴക്കോട്ടൊരു ഒരുത്തം പോകുന്നുണ്ടല്ലോ, അവൻ എന്താ പരിപാടി എന്ന് അന്വേഷിക്കുന്ന ആ അന്വേഷണത്തിന് സമയമായി. നമ്മൾ അല്ലെങ്കിൽ അവനെ എവിടെയോ കയറി പോട്ടെ എന്നുള്ള ലൈൻ ആകരുത്. കാരണം വരുന്നവൻ ചിലപ്പോൾ 2 കിലോ MDMA ആയിട്ടായിരിക്കും വരുന്നത്, അല്ലേ? അവനെ പിടിച്ചു നിർത്തണം. പോലീസിങ് നാട്ടുകാർ തുടങ്ങേണ്ട സമയമായി, അല്ലേ? മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം വായിച്ച് ഈ MDMA-കാരനെ പോലീസ് പിടിച്ചു എന്ന് പറയാൻ നമ്മൾ മനസ്സിലെന്താണെന്നറിയാം, വായിക്കത്തില്ലല്ലോ. ചവിട്ടി അവന്റെ എല്ലാം ഒടിക്കണം എന്നൊക്കെ നമ്മൾ അത്ര രോഷം നമുക്ക് പുകയുന്ന ഒരു വേളയിലാണ് നമ്മൾ ഈ നടത്തുന്നത്. നമ്മൾ അക്രമത്തിന് പ്രേരിപ്പിക്കുകയല്ല, നിയമ സംവിധാനം നടപ്പിലാക്കാനും ക്രമസമാധാന പാലനത്തിനും ആരാണുള്ളത്? വിജയ, നിയമം കയ്യിലെടുക്കരുത്. നിയമം ഒരിക്കലും കയ്യിലെടുക്കരുത്. തറയെ തന്നെ വെച്ചേക്കുക, അല്ലേ? പോലീസ് നിങ്ങൾ എന്തെങ്കിലും MDMA എവിടെയെങ്കിലും കണ്ടാലും രാസലഹരി പടരുന്നു മനസ്സിലായി പോലീസിനെ അറിയിക്കുക. പോലീസിനെ അറിയിക്കുമ്പോൾ ഇവൻ അധോലോക നായകനായതുകൊണ്ട് എൻ്റെ കഴുത്ത് വെട്ടിക്കളയും എന്ന് പേടിക്കേണ്ട. ജനിച്ചാൽ ഒരിക്കലേ മരിക്കൂ. വീരികൾ ഒരുപാട് തവണ മരിക്കുന്നില്ലേ വിജയ? വളരെ അവശനായിട്ട് അതിനൊക്കെ മറുപടി വിജയന് ഏതോ അധോലോക സംഘം നോട്ടം ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇനിയിപ്പോ അടുത്താരാ 4 പേര് പറയുന്നത്? ഇനിയിപ്പോ അടുത്ത കാശ്മീർ ചോദ്യം പറയാം. അയൽവാസി ആരെന്ന് അറിയുന്ന ചോദ്യമായിരിക്കണം. ഇന്ന് ഏതെങ്കിലും ഒരു വാർത്ത അവരെ സ്വാധീനിച്ച, അവരെ ഹൃദയത്തിൽ തട്ടിയ ഒരു വാർത്ത, അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളൊക്കെ വാർത്താ ചാനലൊക്കെ കാണുന്ന ആൾക്കാരാണെന്ന് എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ വാർത്തകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഈ വാർത്ത നിങ്ങളെ കുറച്ചൊക്കെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒരു തൽക്കാല പ്രതിഭാസമാണ്. ഇതൊക്കെ മാറിപ്പോവും. അപ്പോൾ ഏത് വാർത്തയാണ് നിങ്ങളെ ഈ അടുത്ത കാലത്തായി ഏറ്റവും വേദനിപ്പിച്ചത് എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ വികാരഭരിതമായ ഒരു ചായക്കപ്പ് നിങ്ങളെ തേടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ആരാ പറയുന്നത്? ഓ, വേഗമാ ചേട്ടാ ഓടിവാ. ചേട്ടാ ഓടിവാ ചേട്ടാ. ഓ, ചേട്ടന് വയസ്സായി നാട്ടുകാർക്ക് തോന്നരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നന്നായി, ചേട്ടൻ്റെ ഓട്ടം കൊള്ളാം കേട്ടോ. PT ഉഷ ഓടിയതിനു ശേഷം ഇത്രയും ഓടിയത് ആരും കാണുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ചേട്ടാ, എനിക്ക് ഏറ്റവും വേദനിച്ചത് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു അമ്മ റെയിൽവേ റോഡിൽ പോയി ആക്സിഡന്റ് മരിച്ചത്. വളരെ വേദനാജനകമായിരുന്നു. അതെ, എവിടെയാണെന്നറിയോ? ഷൈനി അല്ല, അത് കോട്ടയത്തല്ലേ? കൊല്ലത്തോ? അല്ല, ഏറ്റുമാനൂർ. അതവിടെ കോട്ടയം ഏറ്റുമാനൂർ ആ സൈഡിലായിട്ട്. അപ്പൊ എന്തായാലും ചേട്ടൻ കൃത്യമായിട്ട് 24 ഒക്കെ കാണുമോ? 24-ന്റെ ഞാന് മധു കൊട്ടാരക്കരയുടെ കസിനാണ്. കൊട്ടാരക്കരയാണ് വീട്. മധു കൊട്ടാരക്കരക്കാരെ കൊണ്ട് ഞാൻ മധു കൊട്ടാരക്കരയുടെ ബന്ധുവാണോ? സൂക്ഷിക്കണം. മധു അമേരിക്കയിൽ നിന്ന് കാണുന്നുണ്ടോ? മധു പിന്നെ എടുത്തോളാം ഞാൻ, അല്ലേ? ഓക്കെ, അപ്പൊ സന്തോഷം. ഓക്കെ, കാണാമായിരുന്നു. ഓക്കെ, താങ്ക് യു.
ആ വന്ന സ്പീഡിൽ തന്നെ പൊക്കോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ നമുക്ക് ഇന്ന് ഏത് വാർത്തയെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ ബഞ്ഞാറമൂടിലെ കൊലപാതകമൊക്കെ നമ്മൾ ഓർക്കും തോറും നമുക്ക് സങ്കടമാണ്. നമ്മൾ ഈയിടെ ചില വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ആഷ്മിയുടെ ആ വാർത്ത വായിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് തന്നെ താങ്ങാൻ വയ്യ. അന്നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മുതൽ അമ്മമാർക്കൊക്കെ ഒരു സാധാരണ ഇപ്പോൾ പള്ളിക്കൂടത്തിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ ഒരു ടെൻഷനില്ല, വീട്ടിലിരിക്കുകയായിരുന്നു. ഇപ്പം ടെൻഷനോടൊരു ടെൻഷനാണ്. കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോദ്യം എന്താണ്? ഒരു കാര്യം ചെയ്തല്ലോ, ഗോപിനാഥ് മുതുകാടിന് ഒരു പണി കൊടുത്താലോ? ഗോപിനാഥ് മുതുകാടിനെ നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? ഒറ്റ വാചകത്തിൽ പറയണം. ഒരേ ഒരു വാചകമേ പറയാം. കൂടുതൽ പറഞ്ഞാൽ അങ്ങേര് തന്നെ ബോധം കെട്ട് വീഴും. അപ്പോൾ ഒറ്റ വാചകം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗോപിനാഥ് മുതുകാടിനെ നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? ഓടി വരൂ. മുതുകാടിന്റെ അനിയനോ വല്ലതും ആണോ ഇനി? എനിക്കൊരു സംശയം. ഓക്കെ, അപ്പോ സന്തോഷം. അങ്ങനെ പേരെന്താ? എൻ്റെ പേര് സലീം. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം മനുഷ്യസ്നേഹി. നിക്കണേ. മനുഷ്യ സ്നേഹിക്കൊരു ടീഷർട്ട്. അങ്ങ് ഒരു മനുഷ്യ സ്നേഹിയാന്ന് മനസ്സിലായി. പേരെന്താ? പേര് സലീം. ടീച്ചർ. ബന്ധപ്പെട്ട് സാറ് വലിയ നല്ല കാര്യം. ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അത്രയോ കുട്ടികൾക്കുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആശ്രയമായി മാറിയ ഒരു മഹത് വ്യക്തിയാണ് മുതുകാട് സാറ്. സാറിൻ്റെയും സാറും അത് തന്നെ. അതാണ് എൻ്റെ സാറ്. എനിക്കറിയാം, എൻ്റെ സ്ഥലം യഥാർത്ഥം എൻ്റെ നേറ്റീവ് കുന്നിക്കോടാണ്. കുന്നിക്കോടുകാരനാണ്. ഞാൻ ഇപ്പോൾ വെഞ്ഞാറമൂട് താമസിക്കുന്നത്. കുന്നിക്കോടാണ് സ്ഥലം. മേലിലേക്ക് അടുത്തുള്ള സ്ഥലമാണ്. ഞാൻ ജനിച്ച സ്ഥലമാണ്. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്. ഇപ്പൊ ലുലു മുതലേ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ബന്ധുക്കളല്ലേ? വിജയന് ടെൻഷൻ വരും. ഓക്കെ, അപ്പൊ നമുക്കിനി മറ്റൊരു ചോദ്യം. അതായത് ഇനി നമുക്കൊരു ഇത് ചെയ്യാം. ഈ വിജയകുമാറിന് ഒരു ഇനിഷ്യലുണ്ട്. ഒരു ഇനിഷ്യലേ ഉള്ളൂ. അതെന്താണെന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കും. വിജയ് ഒരു ഫേമസ് ആവട്ടെ. ഒറ്റ ഇനിഷ്യലേ ഉള്ളൂ ഈ ലോകത്ത്. വിജയൻ അല്ലേ? ആരാ? വേഗം വാ. ആരും കിട്ടിയില്ലേ വിജയ? ഒരാളുണ്ടോ? അപ്പൊ വേഗം വരൂ. ഒരു വഴി കൊടുക്കൂ. അമ്മ വേഗം വന്നോ. അമ്മ ഓടിക്കണ്ടല്ലേ? അമ്മ പതുക്കെ വന്നാ മതി. അമ്മ സ്റ്റെപ്പൊക്കെ സൂക്ഷിച്ച് കയറണേ. അപ്പൊ സന്തോഷം. അമ്മയുടെ പേരെന്താ? ഈ നിൽക്കുന്ന ഈ മനുഷ്യൻ കേട്ടോ, ജീവനോടെ തെറ്റിപ്പോയി. ഡോക്ടറാണ്. ജീവിതത്തിൽ ഡോക്ടർ ആവത്തില്ല. ഞാൻ വലിയ അത് ഉന്മേഷ് ശിവരാമനാണ്. ഇദ്ദേഹത്തിന് ഡോക്ടറെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അസുഖത്തിന്. എന്നല്ലാതെ പനി വരുമ്പോ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. അതല്ല, കാരണം ഇദ്ദേഹത്തിന്റെ ഇനിഷ്യല് നമ്മളിപ്പോ പറയുന്നില്ല. അമ്മ ഇപ്പൊ കേൾക്കും. എന്നാലും നമ്മൾ കപ്പ് കൊടുക്കും. അമ്മ ഇദ്ദേഹത്തിനെ ഡോക്ടറാക്കിയതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളുണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ. ഓക്കെ, അപ്പൊ സന്തോഷം. താങ്ക് യു അമ്മ. അമ്മയുടെ വീട് എവിടെയാ? മസ്കറ്റിൽ വന്നാ? മസ്കറ്റിൽ ലുലു മാളുണ്ടോ? കയറാറുണ്ട്. അമ്മ എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? അപ്പം വിജയകുമാറെ, ഡോക്ടർ വിജയകുമാർ. ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ രാവിലെ എനിക്കൊരു അബദ്ധം വരും കേട്ടോ. ഞാൻ ആൾക്കാരുടെ അടുത്ത് ഇടയ്ക്കൊക്കെ വിജയകുമാർ വളരെ പോപ്പുലർ ആണെന്ന് വിചാരിച്ചിട്ട് ഒരു അമ്മയോട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ പേര് മനസ്സിലായോ? ഇത് ഉണ്ണികൃഷ്ണൻ അല്ലേ എന്ന് ചോദിച്ചു. അതോടെ തീർന്നു. യാത്ര വേറെ ചോദ്യം. അതായത് മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ അവർക്ക് വെക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം, ഒറ്റ നിർദ്ദേശം. മയക്കുമരുന്നിനെതിരെ പോരാടാനുള്ള ഒരു നിർദ്ദേശം നമ്മൾ എന്ത് ചെയ്യുന്നതാണോന്ന് പറഞ്ഞാലും മതി. ഒറ്റ നിർദ്ദേശം. അത് നമ്മൾ നടപ്പിലാക്കാൻ പറ്റുന്ന നടപ്പിലാക്കുകയും ചെയ്യും. ആർക്കും കടന്നു വരാം. കടന്നു വരൂ. ഒരു നിർദ്ദേശം ചേട്ടന്റെ കയ്യിൽ 3-4 പെട്ടിയൊക്കെ ഉണ്ടല്ലോ. ലുലുന്ന് ഭയങ്കര പർച്ചേസ് ആയിരുന്നല്ലോ. ഓക്കെ. നമസ്കാരം. കണ്ടതിലും കേട്ടതിലും ഒക്കെ സന്തോഷം. ഇത് എന്തുവാ മാറ്റി കൂട്ടിയത്? ഇവിടെ ഷോപ്പിങ്ങിന് വന്നതാണ്. കഴിഞ്ഞു മോളപ്പുറത്ത് ഷോപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. 2 ദിവസം കൊണ്ട് തീരുവോ? നന്നായി. ഒരുപാട്. അപ്പൊ നമ്മൾ ചോദിച്ചു, താങ്കൾ ഈ സംരംഭത്തിന് ഇറങ്ങി തിരിച്ചത്
കേരളത്തിന് വളരെ അഭിമാനകരമാണ്. ശരിയാക്കാം. കാരണം എനിക്കൊരു കാര്യം പറയാനുള്ളത്, പണ്ട് നമ്മളെയൊക്കെ കാലഘട്ടത്തിൽ എനിക്ക് ഐ എം 65. ഐ തിങ്ക് യു എബോവ് 60. എന്താ പറയില്ല, You are 65? Oh, I am also 65. Oh! 65 സംഘം. താങ്കൾ കുറച്ചുകൂടെ എനർജറ്റിക് ആണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ എനർജറ്റിക് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നമ്മുടെ കാലിന് കടച്ചിലൊക്കെ ഉണ്ടോ ഇപ്പോ? ഇല്ല ഇല്ല. ഈ 65 ഒരു ചെറിയ പ്രശ്നമുണ്ട്, കാലിന് ചെറിയൊരു കടച്ചിലൊക്കെ ഉണ്ട്. കിടന്ന ഉറക്കം വരത്തില്ല, അക്കാര്യങ്ങളൊന്നുമില്ല. രാത്രി കുറച്ചധികം മൂത്രം ഒഴിക്കും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തുടങ്ങിയിട്ടില്ല. എന്റെ അസുഖമൊന്നും അങ്ങേക്ക് വന്നിട്ടില്ല. ഓക്കെ, നന്നായി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചെറിയ കാലഘട്ടത്തില് ഈ പുകയില എല്ലാ മുറുക്കാൻകട എന്നാണ് അറിയുന്നത്, ഷോപ്പുകൾ മുറുക്കാൻകട. എല്ലായിടത്തും ഈ മുറുക്കും വെറ്റമുറുക്കും സിഗരറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈവൻ ട്രെയിനിലും കാറിലും കംഫർട്ട് സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് കാണാനില്ല. അപ്പൊ ആ ഒരു ചേഞ്ച് കുറെ നിയമത്തിലൂടെയും ഇതാ. എന്റെ നിർദ്ദേശം, എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ ലഹരിക്ക് അടിപ്പെടുന്നത്? വീട്ടില് നമ്മളറിയാം, എല്ലാ പേരും, എല്ലാ ലിവിങ് ബീയിങ്സിനുള്ള ഒരു ടെൻഡൻസിയാണ് ആനന്ദം കണ്ടെത്തുക. അവരെന്തോ ഇതിൽ ആനന്ദം കണ്ടെത്തുന്നു. അപ്പോൾ ഈ ആനന്ദമാകുന്ന ലഹരി വീട്ടിൽ കൊടുക്കാമെങ്കിൽ, വീട്ടിൽ അച്ഛനും അമ്മയും പേരൻസും കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും അവർക്ക് അവരുടെ സ്നേഹമാകുന്ന ലഹരി കൊടുക്കണം. ഉഗ്ര നിർദ്ദേശമാണ് ശരിക്കും. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം രക്ഷകർത്താക്കൾ ചെലവഴിക്കുന്നില്ല. രക്ഷകർത്താക്കളെല്ലാം മൊബൈൽ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നു, കുട്ടികൾ അതിനേക്കാട്ടിലും കുത്തുന്നു. കുത്തോടെ കുത്ത്, ലോകം അവസാനിക്കാൻ പോകുന്നവരെ കുത്തിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അങ്ങനെ കുത്തുന്നത് കാരണം കുട്ടികൾക്ക് അച്ഛനെ അറിയില്ല. അങ്ങനെയാണ് ഒരു രക്ഷകർത്താവ് പറഞ്ഞത്. അതായത് കുട്ടി ചോദിച്ചു, ഇയാൾ എന്തൊരു തന്തയാടോ, കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. ഇത് പുരാണത്തിലൊരു തെളിവ് കൂടെ പറഞ്ഞു തരും. പുരാണത്തിലുണ്ട്. ഋഷിശങ്കനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഋഷിശങ്കനെ പുള്ളി. അതെ, നമ്മളെ ആളാ പുള്ളി. വളരെ കെയർഫുൾ ആയിട്ടാണ്, അച്ഛന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം വലിയ മഹർഷിയായിരുന്നു. വലിയ മലയൊക്കെ ചൂണ്ടി നിർത്തുന്ന ആളായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഋഷിശങ്ക വീട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ അച്ചടക്കത്തിൽ വളർത്തി. എളുപ്പത്തിൽ പുള്ളി സ്നേഹം എന്തെന്ന് അറിഞ്ഞൂടായിരുന്നു. പതുക്കെ മറ്റേ മഴ പെയ്യാത്ത രാജ്യത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അയച്ചൊന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ പുറകെ പോകും. ഇതുപോലെ ലോകം അതാണ്. എല്ലാം എന്താ പറയാ, എന്തോ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്, ഓട്ടത്തിലാണ്. അത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്ന് തീർച്ചയായിട്ടും. അപ്പൊ ഷോർട്ട് കട്ടാണ് ഇത്. അങ്ങേക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു, എന്നാൽ അങ്ങേക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോവാ. എനിക്ക് തോന്നുന്നു കാശൊക്കെ തീർന്നോ? അരെ നമ്മുടെ പറഞ്ഞൊരു ഡയലോഗുണ്ട്, 3 പെട്ടി കയ്യിലായി, മോൾ അവിടെ ഷോപ്പിംഗ് നടത്തി, ശബ്ദമൊക്കെ കനപ്പിച്ചു, മകൾ അവിടെ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. സമ്മാനം തരട്ടോ അങ്ങേ കണ്ടതിലും. നമ്മൾ ഇനിയും കാണും. 65 വയസ്സല്ലേ ഉള്ളൂ, ഒരു 10-15 കൊല്ലോടെ ഉണ്ട്. സപ്പോർട്ട് ഇതിന് നമ്മളുണ്ടായിരുന്നു. റെഡി. അപ്പൊ ഒരു സെക്കൻഡ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട 65-കാരാ, നമ്മൾ ഒരേ പ്രായത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അങ്ങ് ഗിഫ്റ്റ് സ്വീകരിക്കുക. നേരത്തെ കിടന്ന് ഉറങ്ങിക്കൊള്ളണം. ഓക്കെ, താങ്ക് യു. ഇതുവഴി ഓക്കെ. അപ്പോ അല്ല, നിങ്ങളിൽ പലരും വിചാരിക്കും ഈ 65 വയസ്സെന്ന് പറഞ്ഞ് ഷോക്കിൽ. ഞാനിത് നിരന്തരം പറയുന്നതാണ്. പ്രായം പറഞ്ഞ് ഞാൻ തന്നെ ക്ഷീണിച്ചു. ഇപ്പോൾ എന്നെ കാണുമ്പോഴേ വീട്ടമ്മമാരൊക്കെ വീട്ടിലിരുന്ന് ഒരു 65-കാരൻ വന്നു, നീ വന്നു രാവിലെ തന്നെ എന്നാ പറയുന്നത്. പക്ഷേ 37-കാരൻ നിൽക്കുന്നുണ്ടല്ലോ. നീ ഞാൻ എത്ര 35 ചുമ്മാതെ. കഴിഞ്ഞ 2 വർഷം മുമ്പ് ചോദിച്ചപ്പോഴും അല്ലേ വിജയ, 35 അത് കുറെ വർഷമായിട്ട് 35. പുള്ളിയുടെ പ്രായം മാത്രം ഒരിടത്തും ഇടിച്ചങ്ങ് നിൽക്കുക, പുറകോട്ടും ഇല്ല മുന്നോട്ടും ഇല്ല. എന്താ എനിക്ക് തോന്നുന്നത് ഗോവിന്ദാന്തോട്ട് പോയോ, അദ്ദേഹത്തിന്റെ മാജിക് പോലെ ഇത് ഇറങ്ങി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രായം ചോദിക്കുന്നു വിചാരിച്ച ഇറങ്ങി തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഒരു സമ്മാനം കൂടെ. നമ്മളിനി ഒരു നിർദ്ദേശം കൊടുത്താലോ? മയക്കുമരുന്ന് ചേർക്കാൻ ഒരു നിർദ്ദേശം കൊടുത്താലോ? ഒരു നിർദ്ദേശം എടുക്കാം. അതായത് കേരളത്തിലെ നിങ്ങൾക്കറിയാം, മാരകമായ മയക്കുമരുന്നൊരു വിപത്താണ്. ഇത് തടയാനുള്ള ഒരു നിർദ്ദേശം കൂടി. അതായത് സ്നേഹം നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ശരിക്കും അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അമ്മയും അച്ഛനും നമ്മൾ വീട്ടിലൊക്കെ തന്നെ കുട്ടികളെ ഈ ഡൈനിങ് ഹാളിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കുത്തിക്കൊണ്ടിരിക്കരുത്. നമ്മൾ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം. ഒരു കുഴപ്പമില്ലെന്നേ. ഈ മൊബൈലിൽ ഇപ്പോൾ കൂടുതൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് വരുന്നത്. ഞാൻ ഈയിടയ്ക്ക് നോക്കിയ കമ്പനിയുടെ ഒരു ആരാധകനായിക്കൊണ്ടിരിക്കുക. നോക്കിയ മൊബൈലിൽ മതി, അതുപോലെ ലക്ഷ്മി. ഈ വാട്സപ്പിലൊക്കെ ആവശ്യമില്ലാത്ത കുത്തി നമ്മൾ എന്തൊക്കെ കാണുക. അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ ആരെങ്കിലും പറയാനുണ്ടോ? ഈ മയക്കുമരുന്ന്, കേരളത്തിൽ മയക്കുമരുന്നിന്റെ നാരായ വേര് അറുത്തു മാറ്റാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ഒരാൾ പറഞ്ഞോ? മോളെ ഓടിവാ, പ്ലീസ് കം. മോളെ മോളെ കൂടെ വിളിച്ചോ, മോളോടെ പോര്. മോളോടെ പോര്, വരും മോളെ. നമ്മളൊക്കെ പണ്ടൊക്കെ ഒരു കുടക്കയിൽ സഞ്ചരിച്ചവരല്ലേ, വരൂ.
എവിടെ സഞ്ചരിച്ചു നമ്മള്? ഹാഷ്മി നമ്മൾ ഓക്കെ. ഹായ് വരൂ. ആ ചേട്ടാ നമസ്കാരം. വണക്കം. എല്ലാവർക്കും നമസ്കാരം. ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ സജഷൻ, നിർബന്ധമായിട്ടും നമ്മുടെ ഷോപ്പുകൾ സ്കൂളുകളുടെ കിലോമീറ്ററുകൾ ദൂരെയാകണം. ഒരു സൂപ്പർ മാർക്കറ്റോ എന്ത് ഷോപ്പുകൾ ഉണ്ടെങ്കിലും അത് സ്കൂളുകളുടെ പരിധിക്ക് പുറത്ത് വരണം. അതേ ഷോപ്പുകൾ വഴിയാണ് കസ്തൂരി ഗുളിക എല്ലാ ഗുളികകളും എല്ലാ ഷോപ്പുകളും. സ്കൂളുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സ്കൂളുകളുടെ അണ്ടറിലായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധനം കൊടുക്കാൻ സ്റ്റോറുകൾ മനസ്സിലായോ? അതായത് സ്കൂളിനടുത്ത് ഷോപ്പ് വേണ്ട, പാടില്ല, കിലോമീറ്റർ ഉള്ളിലായിരിക്കണം. രണ്ടാമത് അവിടെ വെക്കുന്ന സാധനങ്ങൾക്ക് ലിസ്റ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഈ വന്ന ഷോപ്പിന്റെ എടുത്ത് മാറ്റാൻ പറ്റൂ? ഗവൺമെന്റിന് മാറ്റാൻ പറ്റും. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നാളെ ഒരാൾ വന്ന് ലുലു മാൾ ഇവിടുന്ന് എടുത്ത് മാറ്റണം കാര്യമുള്ളൂ. ഇവിടെ വെക്കുന്ന സാധനങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ട്, കാറ്റഗറി ലിസ്റ്റ് വേണം. അതാണ് കാര്യം, ലിസ്റ്റ് വേണം. അപ്പൊ അങ്ങയുടെ നിർദ്ദേശം ഗംഭീരമായിട്ടുണ്ട്. ഈ സ്കൂളിനടുത്തൊക്കെ ഷോപ്പ് കണ്ടിരിക്കുന്ന ആൾക്കാർ ജാഗ്രത അല്ലേ, അവർക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുക. എവിടെയാ വീട്? എവിടെയാ? ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ മസ്കറ്റിൽ താമസിക്കുന്നു. മോളുടെ പേരെന്താ? മോളാണോ പറഞ്ഞു കൊടുത്തത്? മോള് പാട്ട് പാടുവോ? ഇല്ലില്ല. അല്ലെ, മോളെ കണ്ട പാട്ടുകാരിയാണെന്ന് തോന്നുന്നു. മോളെ പഠിക്കാണോ ഇപ്പോ? ഞാനിപ്പോ വർക്കിന് കയറാൻ നോക്കും. ഞാൻ ജെമോളജിസ്റ്റ് ആണ്. പഠനം കഴിഞ്ഞു. എന്താ പരിപാടി? ഇനിയിപ്പോ CV ഒക്കെ അയച്ചിട്ട് ഇരിക്കാണ്. ഈ സ്റ്റോൺസ് ഒക്കെ ഇല്ലേ, അത് ഇഷ്ടമായി കേട്ടോ. അപ്പൊ മോളോട് വന്നേ, നമ്മൾ ഇതൊന്ന് ഏറ്റു വാങ്ങിക്കോളൂ. ചേട്ടൻ എങ്ങോട്ടായി പോന്നേ? ചേട്ടൻ ജീവിതത്തിൽ വലിയ തിരക്കാൻ തോന്നില്ല. ഈ മസ്കറ്റ് എന്നല്ലേ പറഞ്ഞ്? എവിടെയാ? മസ്കറ്റല്ലേ? മസ്കറ്റിലൊക്കെ ഇങ്ങനെയാണോ? ക്ലൈമാക്സിന് മുമ്പ് സ്ഥലം വിട്ട് കളയൂ? ഓൾവേസ് ബിസി. എന്തോ കാര്യം? ലുലുമാളല്ലേ നടത്തുന്നുണ്ടോ അവിടെ? ഓക്കെ. അപ്പൊ ഓൾവേസ് ബിസി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ അപ്പൊ സന്തോഷം. താങ്ക് യു. നമ്മൾ മസ്കറ്റ് വെച്ച് കാണും. ബെറ്റർ ടു ബി ബിസി. മോളെ താങ്ക് യു. മോൾക്കൊരു കപ്പ് ഉണ്ട്. നമ്മള് പറയും നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ പറയും. അതെന്താ വെച്ചാല് ഇപ്പൊ കുറെ മൂവീസ് ഒക്കെ അല്ലേ, മൂവീസ്, സോങ്സ്, ഇതിലൊക്കെ കൂടുതൽ ഡ്രഗ്സിന്റെ പോസിറ്റീവാണ് കൂടുതൽ കാണിക്കുന്നത്. ഇപ്പൊ ഏത് സിനിമ വെച്ച് നോക്കിയാലും അതില് ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിളിൽ കൂടുതൽ ഡ്രഗ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ ഇടയിൽ കോമൺ ആയിട്ട് എല്ലാവരും സിനിമക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രഗ്സ് അടിച്ചിട്ട് എല്ലാവരും ഫീൽ ഗുഡ് ആയിട്ട് ഇരിക്കണതാണ്. അപ്പൊ കൂടുതൽ മൂവീസ് അത് പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. മൊബൈൽ ഫോണൊക്കെ എത്ര മണിക്കൂർ ഉപയോഗിക്കും ഒരു ദിവസം? ഞാൻ വളരെ ലിമിറ്റ് കുറവാണ്. മോളൊന്ന് പറഞ്ഞ നാട്ടുകാർ നന്നാവട്ടെ. മോളൊന്ന് പറഞ്ഞ മസ്കറ്റിലൊക്കെ ഇരിക്കുമ്പോൾ മോള് മൊബൈൽ ഫോൺ എത്ര മണിക്കൂർ കുത്തുന്ന സമയം, കുത്താതിരിക്കുന്ന സമയം? ഞാൻ മൊബൈല് വളരെ കുറവാണ് ഉപയോഗിക്കുക. ഇൻസ്റ്റയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണത്. കൂടിപ്പോയ ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞ് എനിക്ക് ബോറടിക്കും. എനിക്ക് കൂടുതൽ ബുക്ക് വായിക്കാനാണ് ഇഷ്ടം. ഞാൻ ബുക്ക് വായിക്കും, കുറെ സംസാരിക്കും. എനിക്ക് എല്ലാവരോടും സംസാരിക്കാനാണ് ഇഷ്ടം. സിനിമകൾ കാണുകയാണെങ്കിൽ കൂടുതൽ ഞാൻ അവാർഡ് മൂവീസ് ആണ്. 10 മിനിറ്റ് അല്ലേ ഇൻസ്റ്റയിൽ പോകും? 10 മണിക്കൂർ പോകുന്നവരാ മിക്കവാറും ഇത് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്തായാലും കുറക്കുക. പിന്നെ നന്നായി ബുക്സ് വായിക്കുക, എല്ലാവരോടും സംസാരിക്കുക, ലൈക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കുക. അപ്പൊ തന്നെ നമുക്ക് ഇതൊക്കെ വേണ്ട എന്ന് തോന്നും. ചായ കുടിക്കും. അപ്പൊ മോളെ ഈ കപ്പ് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. കപ്പ് ഉടച്ചുകളരുത്. ഇത് കാര്യം ഇതൊരു നല്ല മെമ്മറി ആയിട്ട്, നല്ലൊരു നിമിഷമായിട്ട് ലുലു പോയപ്പോ. ഓക്കെ. ആഷ്മി ഒരു വിചിമ്രതനായി പോയി, അഭിമാന വിചിമ്രതനായി പോയി. കാര്യം ആഷ്മിയുടെ ഒരു വലിയ ഫാനാണെന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പൊ മോളെ കാണാം. ഓക്കെ. ഈ മനുഷ്യനെ അറിയാമോ? ഉണ്ണികൃഷ്ണൻ അല്ല, വിജയകുമാർ. ഓക്കെ അല്ലേ? പേര് തെറ്റിപ്പോ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഈ സമ്മാനം എല്ലാം ഇവിടെ കൊടുത്ത അടുത്ത ജില്ലക്കാർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ പറ്റാത്ത വരും. നമ്മുടെ കൊല്ലത്തേക്ക് നീങ്ങൂല്ലേ? 14 ജില്ലകളിലും ഇത്തരം സമ്മാന പദ്ധതികളുണ്ട്. നമ്മുടെ പ്രധാനമായ ലക്ഷ്യം അയലത്തെ ഇവരെല്ല ചോറ് കളയരുതെന്നൊക്കെ മലയാളി പറയും. അയലത്തുള്ളവരെ എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാന പദ്ധതിയാണ്. പക്ഷേ സമ്മാനം കിട്ടാൻ വേണ്ടി അയലത്തുകാരൻ്റെ തോളൊക്കെ ഇടരുത്. അയലത്തുകാരനോട് സംസാരിക്കുക. നമുക്കറിയാമല്ലോ, ഈ നമ്മൾ ഏതെങ്കിലും മാഫിയ സംഘത്തിൻ്റെ കടയറുത്ത് വീഴ്ത്താൻ തീരുമാനിച്ചെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോരാടരുത്. കാര്യം ഇവർ ശക്തന്മാരാണ്. ഈ ശക്തന്മാരെ സംഘബലം കൊണ്ട് നമ്മൾ നേരിടണം. അതുകൊണ്ട് അയൽവാസികളെയൊക്കെ സജ്ജമാക്കണം. പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ CCTV ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓണാക്കി ഇടണം. നാളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പോലീസ് സ്റ്റേഷൻ, ഞാൻ സ്വപ്നം കാണുന്ന ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള പോലെ ഈ CCTVയുടെ അങ്ങേ തല പോലീസ് സ്റ്റേഷനിലായിരിക്കണം. കേരളത്തിൽ എന്ത് നടന്നാലും പോലീസുകാരെ അറിയണം. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ പക്ഷേ ഭയങ്കര പണച്ചിലുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സംവിധാനം എന്തെങ്കിലും വരാൻ പറ്റുവാണെങ്കിൽ
നമുക്ക് യൂസഫ് അലി സാറിനോട് പറഞ്ഞാലോ, ഒരു ജില്ല മൊത്തം CCTV ആക്കുന്ന ജോലി അദ്ദേഹത്തിന് കൊടുത്താലോ. കാര്യം അദ്ദേഹത്തെ ഇങ്ങനെയല്ലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ, അല്ലാതെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക? ഓക്കെ, നമുക്ക് അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന് ആശ്മിക്ക് അറിയാമെന്ന് അറിയില്ല, അദ്ദേഹം ഈയിടെ ഒരു വിമാനം വാങ്ങിച്ചു, അവർ 550 കോടി എങ്ങാണ്ട് കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ, എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്നറിയോ, അദ്ദേഹത്തിന് ട്രിവാൻഡ്രം എയർപോർട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വീട് വേണം, കച്ചവടം ചെയ്യാൻ സ്ഥലം വേണം, ഇവിടെ ഒരു സ്പേസ് വേണം എന്ന് പറഞ്ഞ് 100,000 ആൾക്കാർ കാത്തിരിക്കുക. അടുത്ത വിമാനത്തിൽ കയറി അടുത്ത സ്ഥലത്ത് ഇറങ്ങാം, വിമാനത്തിൽ ഇറങ്ങാൻ വയ്യ, കയ്യെ തൂങ്ങ ആൾക്കാർ കൂടുന്നു. യൂസഫ് അലി സാറേ, ഇതാണ് പ്രശ്നം. നമ്മുടെ ആ സർവേ ഫോം ഒന്ന് പൂരിപ്പിച്ചിടണം. നമ്മുടെ 4 ദിവസത്തെ സൗജന്യ ക്രൂയിസ് യാത്ര പാകിസ്ഥാനിലേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പലരും ഫോം കൈവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പൂരിപ്പിച്ച് അതിന്റെ ഒരു ഫോയിലുണ്ട്, ഫോയിൽ ഇട്ടാൽ മതി, മറ്റേ ഫോം സുരേഷ് മതി. വലിയ യാത്രയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ കുറേ ആളുകളെ സംഘടിപ്പിച്ച് വേറെ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആൾക്കാരുടെ ക്ലേശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനത്തിലൊക്കെ പോയ പത്തനംതിട്ടക്കാർക്ക് അവരെ സഹായിക്കാം. ഇതൊരു അൺലേൺ കേരള എന്ന് പറഞ്ഞ പോലെ കേരളത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ട്. നമ്മുടെ ഈ യാത്ര തുടരുമ്പോൾ ഈ മയക്കുമരുന്നിന് പരിഹാരം മാത്രമല്ല, ഈ കൊലക്കത്തി താഴെയിടാനുള്ള അതിനുള്ള പരിഹാരം മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ മലയാളികൾക്ക് നമ്മൾ എപ്പോഴും അയൽവാസിയെ തിരിച്ചറിയുന്നവരാണ്. അപ്പോൾ അയൽവാസിയെ തിരിച്ചറിയുന്ന പുതിയൊരു സംസ്കാരം, പുതിയതൊന്നുമല്ല, നമ്മുടെ പഴയ സംസ്കാരത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അടുത്ത് വീട്ടിലെ ആളിന് വേദന തോന്നുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മറന്നു. അവൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചത്, നമുക്കെന്തോന്ന് എന്ന് പറയുന്ന ഒരു കൾച്ചർ മാറ്റിമറിക്കണം. വിജയകുമാർ എന്തോ പറയുന്നു? നമ്മൾ സംസാരിച്ചു, ഇനിയിപ്പോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ താങ്ക് യു ലുലുമാൾ, താങ്ക് യു ശ്രീ യൂസഫ് അലി, താങ്ക് യു വി നന്ദകുമാർ. ഈ തിരുവനന്തപുരം ലുലുമാളിന്റെ ഒരു ഉപഹാരം SKN നൽകുകയാണ് നമുക്ക് അവർക്കൊരു ഉപകാരം കൊടുത്താലോ? അത് കൊടുക്കാം. റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ SKN40 ഒരു ചായക്കപ്പ് ശ്രീ നന്ദകുമാർ കൂടി നമുക്ക് സമ്മാനിച്ചിട്ട് മടങ്ങിയാലോ? കാര്യം അതേ ഈടായിട്ട് ചായ കുടിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. അല്ല, നമ്മൾ ഇങ്ങോട്ട് മാത്രം സ്വീകരിക്കരുതല്ലോ. വരൂ അങ്ങ് ചായ കുടിക്കാൻ എല്ലാവിധമായ ചായ കുടിക്കാറില്ല, ബട്ട് ഈ കപ്പ് കിട്ടിയപ്പോൾ സ്റ്റാർട്ട് ഇന്ന് മുതൽ തുടങ്ങാം. ചായയാണ് സാറിന്റെ സീക്രട്ട് എന്ന് തോന്നുന്നത്. ഈ യൗവനം നിർത്തത് ലഹരിയല്ല. ഇതിന്റെ വിലയല്ല പ്രശ്നം, ഇതങ്ങ് സൂക്ഷിക്കണം. അതെ, അബുദാബി കൊണ്ടുപോവുകയും രാവിലെ ഇരുന്ന് നമ്മൾ മോർണിംഗ് ഷോ ചായ കുടിക്കുമ്പോൾ അങ്ങേക്ക് ഒരു ഓർമ്മ വരും അല്ലേ? അങ്ങ് ഇത് സൂക്ഷിക്കണം, ഒരു പണിഷ്മെന്റാന്ന് വിചാരിക്കുന്നത്. താങ്ക് യു വിജയകുമാർ തൊട്ടോളൂ. ജീവിതത്തിൽ ആദ്യം തൊടുന്നല്ല വിജയം തൊടുന്നത്. താങ്ക് യു അങ്ങയുടെ സഹകരണത്തിന് നന്ദി. താങ്കൾക്കും ആണ് നമ്മൾ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ബൈ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ടെലിവിഷനിലൂടെ കാണാം, 24-ലും ഫ്ലവേഴ്സിലും, അതുപോലെ നമ്മളെ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും നമ്മളിങ്ങനെ നിരന്തരമായി നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന വിപത്ത് കേരളത്തിൽ എങ്ങനെയാണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരുപാട് വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കും. ഒരുപക്ഷെ നമ്മുടെ ഇത്ര ഒരു 10-11 വർഷക്കാലത്തെ നമ്മുടെ മാധ്യമ ജീവിതത്തിനിടയിൽ എൻ്റെ 40 കൊല്ലക്കാല ജീവിതത്തിനിടയിൽ ഇത്രയും ലക്ഷ്യം വെച്ച് നമ്മളൊരു യാത്രയും നടത്തിയിട്ടില്ല, ഒരു പ്രചാരണ പരിപാടിയും സംഘടിപ്പിച്ചിട്ടില്ല. കാരണം ഈ പ്രചാരണത്തിൽ എല്ലാവരും അണിചേരണം നമുക്ക് നിർബന്ധമുണ്ട്. കാരണം നമ്മൾ ഒന്നിച്ച് നിന്നാൽ കടപുഴകി വീഴും ഈ മാഫിയ സംഘങ്ങളെന്ന് ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. അപ്പം നമുക്കൊപ്പം അണിചേരുക. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു. ഗുഡ് ബൈ.